വികസനത്തിന്റെ കാര്യത്തിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം വളരെ പിന്നിലാണെന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാൽ. കൂത്തുപറമ്പിൽ LDFും NDAയും തമ്മിലാണ് മത്സരമെന്നും വികസനം വേണം, മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ജനം NDAയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്നും ഗ്രാമിക ന്യൂസിന്റെ ജനസമക്ഷത്തിൽ ഷിജിലാൽ പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് ഗ്രാമിക ന്യൂസിൽ. മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. പാനൂർ താലൂക്ക് ആശുപത്രി, പാനൂർ, കൂത്തുപറമ്പ് ടൗണിലെ ഗതാഗതക്കുരുക്ക് തുടങ്ങിയവ വികസനത്തിന്റെ കാര്യത്തിൽ മണ്ഡലം വളരെ പിന്നിലാണെന്നതിന്റെ ഉദാഹരണങ്ങളാണെന്നും പാനൂർ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി MLAയുടെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എവിടെയെന്ന് ആർക്കും അറിയില്ലെന്നും ഷിജിലാൽ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് കിട്ടുന്നത്. കാരണം നമുക്ക് അറിയാം, ഇവിടെ ഒരു വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം വളരെ പുറകിലാണ്. ഒരുപാട് കാര്യങ്ങൾ, പരാതികൾ ജനങ്ങൾക്കുണ്ട്. ഈ ആരോഗ്യ മേഖലയിൽ നമുക്കിവിടെ അറിയാം, പാനൂർ താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയെന്ന് പറഞ്ഞു. ഉയർത്തി അതിന് സ്ഥലം എടുക്കാൻ വേണ്ടി ഇവിടെ MLAയുടെ നേതൃത്വത്തിൽ പണപ്പിരിവൊക്കെ നടത്തി അതിൻ്റെ പണം പിരിച്ചു. അത് ബാങ്കിലിട്ടു എന്നാണ് പറയുന്നത്. അത് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ആ ബാങ്കിലിട്ടു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പണം പിരിച്ചത് ഇപ്പം സ്ഥലവും ഇല്ല, ഹോസ്പിറ്റലും ഇല്ലാത്തൊരവസ്ഥയാണ് പാനൂരുള്ളത്. കൂത്തുപറമ്പിലും അതേ അവസ്ഥയിലാണ്. കൂത്തുപറമ്പിൽ പുതിയ ബിൽഡിംഗ് വന്നു കഴിഞ്ഞ ഒരു താലൂക്ക് ആശുപത്രി സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആശുപത്രിയായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയായത് മാറുമെന്നാണ്. 3-4 മാസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ അവിടെ ഒരു പ്രവർത്തനം ഡോക്ടർ പോലും നിശ്ചയിച്ചിട്ടില്ല. അതിങ്ങനെ വെറുതെ കിടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് മുന്നേറ്റം ഉണ്ടായത് വികസനം വേണം, മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ജനം NDAയ്ക്ക് ഒപ്പമുണ്ടെന്നതിന്റെ തെളിവാണ്. NDA വികസനത്തിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും ഷിജിലാൽ പറഞ്ഞു. BJP വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നിപ്പോൾ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു കോൺഗ്രസ് ഇതര സർക്കാർ 3ാം തവണ അധികാരത്തിൽ വരുന്നത് അത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നത്. അത് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിയത് കൊണ്ട് മാത്രമാണ്. കൂത്തുപറമ്പിൽ NDAയും LDFും തമ്മിലാണ് മത്സരം. MLA പരാജയപ്പെടും എന്നതുകൊണ്ടാണ് ഇത്തവണ പിന്മാറിയത്. മണ്ഡലത്തിൽ നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റാത്തത് UDFന്റെ ആദ്യ പരാജയമാണെന്നും ഷിജിലാൽ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു LDFും NDAയും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം ഇവർക്ക് UDFന് നമ്മളെ ഇവിടെ ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ അത് തന്നെ അവരുടെ ആദ്യത്തെ പരാജയമാണ്. ലീഗ് ഘടകകക്ഷിക്കാണ് കൊടുത്തതെങ്കിലും ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, ശക്തി ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി കുറവേ വയനാട്ടിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ട അവസ്ഥ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആദ്യത്തെ പരാജയമാണ്. വനിതക്ക് 2 വനിതാ സീറ്റാണ് ലീഗിൽ ഇത്തവണ നിയമസഭയിലുള്ളത്. ശരിയാണ്. അപ്പൊ അതിനകത്ത് ഒരു മണ്ഡലം കൂത്തുപറമ്പാണ്. അപ്പൊ അത് സാമാന്യ ജനങ്ങളെ സ്വാധീനിക്കില്ലേ? അല്ല, സാമാന്യ ജനങ്ങളെ വനിതാ പുരുഷൻ അങ്ങനെയൊന്നുമല്ലല്ലോ ഈ ലീഗിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ പൊതുവെ. അതെ, ലീഗിലില്ല. പക്ഷെ അതുകൊണ്ട് അത് വോട്ടായി മാറണമെന്നില്ല. ഷിജിലാലുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് ഗ്രാമിക ന്യൂസിൽ. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. അത് വേണം.